അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 19 ഞായറാഴ്ച. ഹോർമോസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. കടലിടുക്ക് കടന്നുപോയ ഇന്ത്യൻ കപ്പലടക്കമുള്ള കപ്പലുകൾക്ക് നേരെ വെടിവയ്പ്. ഇറാൻ അംബാസിഡറെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി വിശദീകരണം തേടി. ഹോർമോസിൽ ടോൾ ഈടാക്കാൻ ഇറാൻ തീരുമാനിച്ചു. ഇനി യുദ്ധമുണ്ടായാൽ ആഗോള യുദ്ധമാകുമെന്നും ഈ മാസം വികസിപ്പിച്ച മിസൈലുകളടക്കം ഉപയോഗിക്കുമെന്നും ഇറാന്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ മുന്നറിയിപ്പ് നൽകി. വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടത് കോൺഗ്രസ്, DMK, TMC തുടങ്ങിയ കക്ഷികളുടെ സ്വാർത്ഥത കാരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണ്ഡല പുനർനിർണയ നിയമവുമായി കൂട്ടിക്കെട്ടിയുള്ള വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി. സ്ത്രീകളുടെ ഉയർച്ച തടഞ്ഞിരിക്കുകയാണ്. ബിൽ പാസാകാത്തതിൽ സ്ത്രീകളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ബില്ല് പരാജയപ്പെട്ടപ്പോൾ കുടുംബ പാർട്ടികൾ കൈയടിച്ചു. സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനാണ് മുറിവേറ്റത്. സ്ത്രീകൾ മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ നുണപ്രചാരണമാണെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ്. പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധനയ്ക്ക് ഉണ്ടാകേണ്ട പവിത്രത കളഞ്ഞുകുളിച്ചു. കോൺഗ്രസിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞതെല്ലാം കളവാണ്. മണ്ഡല പുനർനിർണയമില്ലാതെ വനിതാ സംവരണം നടപ്പാക്കാൻ നാളെ ബില്ല് കൊണ്ടുവന്നാലും പിന്തുണയ്ക്കുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 2% വർദ്ധിപ്പിച്ചു. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധന. പെൻഷൻകാർക്കും ബാധകമാണ്. അടിസ്ഥാന ശമ്പളത്തിന്റെ 58% നിന്ന് 60%മായാണ് വർധന. കേന്ദ്ര സർക്കാരിന് വർഷം 6.79 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പിലെ ഒരു വീട്ടിൽ കൂടി ചോർച്ച. ഫേസ് 1 87 നമ്പർ വീട്ടിലാണ് ചോർച്ച. സർക്കാർ ദുരന്ത ബാധിതർക്ക് കൈമാറിയ 178 വീടുകളിൽ ഒന്നാണ് ഇത്. ഇതോടെ ചോർച്ച കണ്ടെത്തുന്ന 3ാമത്തെ വീടാണിത്. അതേസമയം മേൽക്കൂര തുറന്ന് അപ്പോക്സി ഗ്രൌട്ട് ചെയ്ത് വെള്ളമിറങ്ങുന്നത് തടയുമെന്ന് നിർമ്മാതാക്കളായ ഊരാളുങ്കൽ പറയുന്നു. വയനാട് ടൌൺഷിപ്പിലെ വീടിന് വിള്ളലില്ലെന്ന് പ്രഖ്യാപിച്ച മന്ത്രി K രാജനെതിരെ വിള്ളൽ കണ്ടെത്തിയ വീടിന്റെ ഉടമസ്ഥൻ നൌഫൽ. മന്ത്രി മാർക്ക് ചെയ്തത് മാത്രം മായ്ക്കാൻ ശ്രമിച്ചെന്നും വിള്ളൽ വന്ന ഭാഗം തൊട്ടില്ലെന്നും നൌഫൽ പറയുന്നു. വീടിന് വിള്ളലുണ്ടെന്ന് തുറന്നു പറഞ്ഞ തനിക്ക് ഭീഷണിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പരിഗണിക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടതായി K സുധാകരൻ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോടാണ് ആവശ്യപ്പെട്ടത്. മന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിച്ച കേസിലെ 1ാം പ്രതിയും KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ MC അതുലിനെതിരെ ലൈംഗികാരോപണ കേസ്. ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചുവെന്നും വിവാഹ വാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചെന്നും യുവതി നൽകിയ പരാതിയിലാണ് കണ്ണൂർ വനിതാ പോലീസ് കേസെടുത്തത്. ബേപ്പൂരിൽ മത്സ്യബന്ധന ബോട്ടിൽ ശ്വാസതടസ്സമുണ്ടായ ഒരു മത്സ്യത്തൊഴിലാളി കൂടി മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി റിബൻ ദാസാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പശ്ചിമബംഗാൾ സ്വദേശി ഷഹദേബ് ദാസ് ഇന്നലെ ഉച്ചയോടെ മരിച്ചിരുന്നു. സംഭവത്തിൽ ബേപ്പൂർ കോസ്റ്റൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുണി കെട്ടിമറച്ച് ICU പ്രവർത്തിക്കുന്ന സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മുതിർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്താൻ DMEക്ക് നിർദ്ദേശം നൽകി. ആശുപത്രി അധികൃതർ നേരിട്ട് ഹാജരായി വിശദീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായി 1 മാസമായിട്ടും ICU പ്രവർത്തന സജ്ജമാക്കാനായിട്ടില്ല. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപകടത്തിൽ മരിച്ച അബ്ദുൾ മജീദിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് തങ്ങളും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കുടിവെള്ളം, ജ്യൂസ് കടകൾ, ജ്യൂസ് നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധനകൾ നടത്തുന്നത്. തൃശൂർ മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 22-കാരനായ നിഖിലാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രദേശവാസിയായ ജിൻഡോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജിൻഡോയുടെ സഹോദരൻ ജെയ്സൺ, അച്ഛൻ ഔസേബ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച്. പോലീസ് ബാരിക്കേഡ് വെച്ച് വഴിയടച്ച് തടഞ്ഞു, ജലപീരങ്കിയും പ്രയോഗിച്ചു. മഹിളാ മോർച്ച പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു. കേന്ദ്രമന്ത്രി രക്ഷാ ഖത്സെ, MPമാരായ കമൽജീത് സെജ്റാവത്ത്, ബാൻസുരി സ്വരാജ് തുടങ്ങിയ വനിതാ നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹേമമാലിനി, രേഖ ഗുപ്ത തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഹജ്ജ് കർമ്മത്തിനായി ഇന്ത്യൻ തീർത്ഥാടകരുടെ ആദ്യ സംഘം സൗദി അറേബ്യയിലെത്തി. മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഹാജിമാരെ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയ പ്രതിനിധികളും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻസൂരി എന്നിവരും ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. ഇന്ത്യൻ ചരക്കു കപ്പലുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ 13,800 കോടി രൂപയുടെ സോവറിൻ മാരിടൈം ഫണ്ട് രൂപീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ കപ്പൽ ഗതാഗതം കടുത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. മഹാരാഷ്ട്രയിലെ നാസിക് TCSലെ നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളിലും ലൈംഗിക പീഡന പരാതികളിലും മുഖ്യപ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന നിദ ഖാൻ ഒളിവിൽ. ഭർത്താവ് നൽകിയ വിവരമനുസരിച്ച് പോലീസ് എത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. സ്റ്റാലിൻ സഹോദരനെന്ന് രാഹുൽ ഗാന്ധി. സ്റ്റാലിനെ മോദിക്ക് നിയന്ത്രിക്കാനാവില്ല. അത് മോദിക്ക് അറിയാവുന്നതുകൊണ്ടാണ് AIADMK ഭരണത്തിനായി മോദി ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തമിഴ്നാട്ടിലേക്ക് വരുന്നത് എപ്പോഴും ആദരമാണെന്നും ഇവിടത്തെ മണ്ണിനോടും ജനങ്ങളോടും സവിശേഷമായ ബന്ധം മനസ്സിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ 2ാമത്തെ റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പരിശോധന. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ റാലിക്ക് എത്തിയപ്പോഴാണ് ഹെലികോപ്റ്റർ പരിശോധിച്ചത്. രാഹുൽ കാറിൽ കയറിയതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ എത്തി ഹെലികോപ്റ്റർ പരിശോധിക്കുകയായിരുന്നു. തിരുച്ചിറപ്പള്ളി കൂടാതെ റാണിപ്പെട്ടിലും ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധന നടത്തി. നോയിഡയിലെ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയ മുഖ്യ സൂത്രധാരൻ ആദിത്യ ആനന്ദിനെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. NIT ബിരുദധാരിയായ ഇദ്ദേഹം സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് അക്രമത്തിന് പ്രേരിപ്പിച്ചെന്നാണ് കേസ്. ഉത്തർപ്രദേശ്, തമിഴ്നാട് പോലീസ് സംയുക്തമായാണ് ഇയാളെ പിടികൂടിയത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ പരിഹസിച്ച് ഇറാൻ. അനാവശ്യമായ ആവേശം നിയന്ത്രിക്കണമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ മാറ്റി നിർത്തണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാൻ സേനയ്ക്ക് അഭിനന്ദനവുമായി പരമോന്നത നേതാവ് മുജ്തബ ഖംനയി. ഇറാനെ വിഭജിക്കാൻ വന്ന അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ നേരിട്ട് ഇതിഹാസം സൃഷ്ടിച്ചുവെന്ന് മുജ്തബ ഖംനയി അഭിനന്ദിച്ചു. ശത്രുക്കൾക്ക് കനത്ത പരാജയം നൽകാൻ നാവികസേനയും സജ്ജമാണ്. ഡ്രോണുകൾ എതിരാളികൾക്കെതിരെ മിന്നലായി പതിച്ചെന്നും മുജ്തബ ഖംനയിയുടെ സന്ദേശത്തിൽ പറയുന്നു. റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയ്ക്ക് അമേരിക്ക അനുമതി നൽകി. റഷ്യയുടെ വരുമാനം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ ബാരലിന് $60 എന്ന വില പരിധിക്ക് താഴെ എണ്ണ വാങ്ങാനാണ് അനുമതി. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 10 റൺസിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ
184 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. ജാമി ഓവർടണും അൻഷുൽ കാംബോജും ക്രീസിൽ നിൽക്കെ പ്രഫുൽ ഹിംഗെ എറിഞ്ഞ അവസാന ഓവറിൽ 18 റൺസായിരുന്നു ചെന്നൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. IPL-ലെ മറ്റൊരു മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 6 വിക്കറ്റ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂരിന് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസെടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിൽ ഡൽഹി ഒരു പന്ത് മാത്രം ശേഷിക്കെ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയത്തിലെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.